ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരി. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ശ്ലോകം 45. എല്ലാവർക്കും മംഗളത്തിൽ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരാളേ സ്വാഭാവ്യാത് അളികളഭശ്രീഭിരളകൈഃ പരീദം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേയസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധോ മാദ്യന്തി സ്മരദഹന ചക്ഷോർമധുലിഹ. പദച്ഛേദം ചെയ്യാം. അരാളേഹി സ്വാഭാവ്യാത് അളി കളഭ ശ്രീഭി അളകൈഹി പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധോ മാദ്യന്തി സ്മരദഹന ചക്ഷുഃ മധുലിഹ. പദാർത്ഥം പറയാം. സ്വാഭാവ്യാത് സ്വതസിദ്ധമായി തന്നെ അരാളേഹി വളഞ്ഞ ആകൃതിയോടു കൂടിയവയായി അളികളഭശ്രീഭി ചെറുവണ്ടുകൾ പോലെ ശോഭിക്കുന്നവയായിരിക്കുന്ന. എങ്ങനെയാണ്? വളഞ്ഞ ആകൃതിയോടു കൂടിയ വണ്ടുകൾ പോലെ ശോഭിക്കുന്നവയായിരിക്കുന്ന അളകൈ കുറുനിര കൊണ്ട്. ഭഗവതിയുടെ മുഖത്ത് നെറ്റിത്തടത്തിലെ കുറുനിരകൾ, നല്ല കറുത്ത വളഞ്ഞ ചുരുണ്ട കുറുനിരകളുണ്ട്. അത് ഇവിടെ പറയുന്ന ചെറുവണ്ടുകൾ പോലെ ശോഭിക്കുന്നവയായിരിക്കുന്ന അളകൈ കുറുനിരകളാൽ പരീതം ചുറ്റും വ്യാപിക്കപ്പെട്ടതായ തേ നിന്തിരുവടിയുടെ വക്ത്രം മുഖം, അങ്ങയുടെ മുഖം പങ്കേരുഹരുചി താമരപ്പൂവിൻ്റെ ശോഭയെ ഭംഗിയെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ്. താമരപ്പൂവേ വളരെ സുന്ദരമാണല്ലേ, അതിനെ പരിഹസിക്കും. അപ്പോൾ അതിലും സൗന്ദര്യമുണ്ട് ഭഗവതിയുടെ മുഖത്തിന് എന്നർത്ഥം. ദരസ്മേരെ ചെറുപുഞ്ചിരിയോട് കൂടിയതും, അത് മുഖത്ത് ചെറിയ മന്ദഹാസമുണ്ട്. മന്ദഹാസം മാത്രമല്ല, ചെറുപുഞ്ചിരി തന്നെ ഉണ്ട്. ദശന രുചി കിഞ്ചൽക്ക രുചിരെ, അപ്പോഴെന്ത് ചെറുചിരി ഉണ്ടാവുമ്പോൾ പല്ലുകളുടെ കാന്തിയെ അല്ലികളാൽ മനോഹരമായതും, അതായത് അല്ലികളെപ്പോലെ മനോഹരമായ പല്ലിൻ്റെ ചെറിയതായിട്ട് പല്ല് കാണുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയും ചെറുപുഞ്ചിരിയോടെ. സുഗന്ധോ സഹജമായ സൗരഭ്യത്തോടു കൂടിയതും ആയ യസ്മിൻ യാതൊരു മുഖത്തിങ്കൽ സ്മരദഹന ചക്ഷുർമധുലിഹ കാമദഹനം ചെയ്ത പരമശിവന്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾ മാദ്യന്തി പരമാനന്ദം മത്തങ്ങളായി ഭവിക്കുന്നു. അതായത് ഭഗവാന് തന്നെ ഭഗവതിയുടെ മുഖം കാണുമ്പോൾ ആ അളക സുഷമയും ദന്തകാന്തിയും പല്ലുകളുടെ കാന്തിയും ആ മുഖത്തിൻ്റെ സുന്ദരതയും ഒക്കെ കാണുമ്പോൾ ആ ഭഗവാന്റെ കണ്ണാകുന്ന പരമശിവന്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾക്ക് പരമാനന്ദം ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം കിരീടത്തെ പറ്റി കണ്ടു, പിന്നെ ഭഗവതിയുടെ കേശത്തെ പറ്റി കണ്ടു, പിന്നെ ഭഗവതിയുടെ സിന്ദൂര രേഖയെ പറ്റി കണ്ടു. ഇവിടെ ഭഗവതിയുടെ മുഖവും പല്ലുകളെ പറ്റിയാണ് പറയുന്നത്. സാരം പറയാം. അല്ലയോ ശ്രീദേവി, സ്വഭാവേന ചുരുണ്ടും ചെറുവണ്ടുകളുടെ കാന്തിയെ വഹിക്കുന്നവയുമായ അളകങ്ങളാൽ ചുറ്റപ്പെട്ടതായ നിന്തിരുവടിയുടെ തിരുമുഖം താമരപ്പൂവിൻ്റെ ഭംഗിയെ പരിഹസിക്കുന്നു. അതായത് താമരപ്പൂവിനേക്കാളും സുന്ദരമായതാണ് എന്നർത്ഥം. എന്തുകൊണ്ടെന്നാൽ അല്പം വിടർന്നതുപോലെ കാണുന്ന പുഞ്ചിരിയോടുകൂടി, അല്പം വിടർന്നിട്ടുണ്ടാവും, അപ്പം മാത്രമേ ചെറിയ
ആ പല്ല് ദന്തകാന്തി കാണുകയുള്ളൂ. അല്പം വിടർന്ന അതുപോലെ കാണുന്ന പുഞ്ചിരിയോടു കൂടിയതും ദന്തകാന്തികളാകുന്ന അല്ലികളാൽ മനോഹരമായതും പ്രകൃത്യാ സുഗന്ധിയുമായിരിക്കുന്ന അവിടത്തെ തിരുമുഖത്തിങ്കൽ കാമദഹനം ചെയ്ത പരമശിവന്റെ, ഭഗവാൻ അതായത് ദേവിയുടെ ഭർത്താവ് പരമശിവന്റെ കാമന ദഹിപ്പിച്ച തൃക്കണ്ണുകൊണ്ട് കാമനെ ദഹിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കാമദഹനം ചെയ്ത പരമശിവന്റെ കണ്ണുകളാകുന്ന വണ്ടുകൾ പരമാനന്ദം കൊണ്ട് മത്തങ്ങളായി ഭവിക്കുന്നു. ഭഗവാന്റെ കണ്ണുകൾക്ക് പരമാനന്ദം കൊടുക്കുന്നു ഭഗവതിയുടെ മുഖകാന്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതിം സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവേ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.